സൈക്കോളജി സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് മറ്റെവിടുന്നെങ്കിലും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ കരുതുന്നു. എസ്പെഷ്യലി വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ട് വന്ന ഒരാളാണെങ്കിൽ 13ാമത്തെ എപ്പിസോഡ് തൊട്ട് മുമ്പത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരുന്നതായിരിക്കും നന്നായിരിക്കുക. മുഴുവൻ സൈക്കോളജി സീരീസിൻ്റെയും പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ട്രേഡർ എന്നുള്ള രീതിയിൽ വിജയിച്ച ഏതൊരാളെ എടുത്തു കഴിഞ്ഞാലും ഞാൻ ഈ പറയാൻ പോകുന്ന 3 പോയിന്റുകൾ അവർ ഞാൻ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ പിന്തുടർന്നുകൊണ്ടായിരിക്കും അവർ വിജയിച്ചിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ട്രേഡിങ്ങിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ പിന്തുടരാതെ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. ഇനി ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ്, നിങ്ങൾ ഒരു ട്രേഡർ ഇത്രയും നാൾ എങ്ങനെയാണോ ട്രേഡിങ്ങിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള സമീപനം മാറ്റിക്കൊണ്ട് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് വരുന്നതോടെ അയാൾ വിജയിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിനോടുള്ള ഒരാളുടെ സമീപനം മാറ്റുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. ഇതൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്റ്റിൻ്റെ ഉദാഹരണം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ആർക്കിടെക്റ്റ് ഒരു വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണെങ്കിൽ അയാൾ സ്വയം മറന്ന ഡിസൈനിലേക്ക് ഇൻവോൾവ് ആവുകയും പലതും മാറ്റിയും മറിച്ചും തിരുത്തിക്കുറിച്ചും വരച്ചത് മായ്ച്ചും ഒക്കെ അയാൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ആകർഷകമായിട്ടുള്ളൊരു ഡിസൈനായിട്ട് മാറുന്നു. ആ സമയത്ത് അയാളുടെ മുഴുവൻ ഫോക്കസും ആ ഡിസൈനിങ്ങിലായിരുന്നു. അയാൾ സ്വയം മറന്നു, ചുറ്റുപാടുകളെ മറന്ന് ആ ഡിസൈനിലേക്ക് ഇൻവോൾവ് ആകുന്നു. അയാളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ചിന്തകളും ആ സമയത്ത് അയാളുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളുടെ ഡിസൈനാണ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡിസൈനായിട്ടും അയാളൊരു ശ്രദ്ധിക്കപ്പെടുന്ന ആർക്കിടെക്റ്റായിട്ടും മാറുന്നു. ഒരു അഭിനേതാവിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അയാളോട് സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ അയാൾ സ്വയം മറന്നുകൊണ്ട് അഭിനയം എന്ന കലയിൽ ഇൻവോൾവായി ആ കഥാപാത്രമായി മാറുമ്പോൾ അയാൾ നിറഞ്ഞാടുകയും ഒരു അഭിനേതാവ് എന്ന രീതിയിൽ അയാൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളൊരു ക്രിക്കറ്റ് പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ അയാൾ ക്രീസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളൊരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ അയാളുടെ മുഴുവൻ ശ്രദ്ധയും തനിക്ക് നേരെ വരുന്ന ബോളുകളിലേക്കും ഓരോ ബോളിനും അനുയോജ്യമായ ഷോട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിലേക്കും മാത്രമാകുന്നു. സ്വയം മറന്ന് ഓരോ ഷോട്ടും ആസ്വദിച്ച് കളിക്കുന്ന ഒരു ക്രിക്കറ്ററെ, ഒരു ബോൾ ഡിഫെൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ആ ബോൾ ഡിഫെൻഡ് ചെയ്യുന്നത് പോലും ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ക്രിക്കറ്ററെ ലോകം അംഗീകരിക്കുകയും അയാൾ പ്രമുഖനായ പ്രശസ്തനായ ഒരു കളിക്കാരനായിട്ട് ക്രിക്കറ്റ് പ്ലെയറായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ഈ ഓരോ മേഖലയിലുള്ള ആളുകൾ നമ്മളൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ ഒന്ന് എടുത്തിട്ടൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഒരു ആർക്കിടെക്റ്റ് അയാളുടെ മുന്നിൽ ഒരു ഡിസൈൻ എത്തി. അയാൾ ആ ഡിസൈൻ ടാസ്ക് തുടങ്ങുന്ന സമയം മുതൽ അയാൾ ഈ ഡിസൈനിലൂടെ താൻ ഉണ്ടാക്കാൻ പോകുന്ന പണത്തെ പറ്റിയും അതിൽ വാങ്ങുന്ന ഫീസിനെ പറ്റിയും ആ പണം ഉപയോഗിച്ച് താൻ ടൂർ പോകുന്നതിനെ പറ്റിയും ഒക്കെ ചിന്തിച്ച് വിചാരിച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്താകുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരു ഡോക്ടറുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ ഈ സർജറിയിലൂടെ തൻ്റെ സ്ഥാപനത്തിന് കിട്ടാൻ പോകുന്ന വരുമാനത്തിൻ്റെയും പ്രോഫിറ്റിനെയും പറ്റിയിട്ടാണ് ആ ഡോക്ടറുടെ ചിന്തയും സ്വപ്നങ്ങളും ശ്രദ്ധയുമെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ കാര്യം എന്താവുമെന്നുള്ളത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായി ക്വാളിറ്റിയിൽ ചെയ്യുന്ന ആളുകളെ എടുത്തു കഴിഞ്ഞാൽ, പെർഫോം ചെയ്യുന്ന ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരാ ചെയ്യുന്ന കാര്യത്തിനോടുള്ള അവരുടെ ഒരു അപ്രോച്ച് എന്നുള്ളതാണ്. അവിടെ അവർ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പണത്തെ എപ്പോൾ ഇൻവോൾവ് ചെയ്യുന്നോ, ഒരു സാധാരണക്കാരൻ ഇത്തരം കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും കിട്ടിത്തുടങ്ങുമ്പോഴേ, ഒരു ചെറിയ രീതിയിൽ സക്സസ് ആയി തുടങ്ങുമ്പോഴേ പണത്തെ പറ്റിയിട്ടും അതിലൂടെ അത് ഉപയോഗിക്കുന്ന കാര്യം, അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങളെ പറ്റിയും ചിന്തിച്ച് പെരുപ്പിച്ചുകൊണ്ട് തൻ്റെ ഫോക്കസ് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയും അതിലൂടെ അയാളുടെ ക്വാളിറ്റി കുറയുകയും അയാൾ പരാജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ വിജയിച്ച ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ പണം എന്നുള്ള എലമെൻറ്റിനെ അവർ ചെയ്യുന്ന ടാസ്കിലേക്ക് ഒരിക്കലും കൊണ്ടുവരുന്നില്ല, ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ട്രേഡിങ്ങിനോടുള്ള സമീപനം മാറ്റുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പണത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പണത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ പണത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും ഇപ്പം നമ്മൾ ഈ ഉദാഹരണത്തിൽ പറഞ്ഞ പ്രൊഫഷനുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ആ മേഖലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ട്രേഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഇതിലെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തേ പണം ഇൻവോൾവ് ആവുന്നു എന്നുള്ളതാണ്.
ഒരാൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണം വെച്ചിട്ടല്ല ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഒരു ട്രേഡിൽ ഒരാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണം വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു ചലഞ്ച്, പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ, ആ ചലഞ്ച് നിങ്ങളുടെ മുന്നിൽ ഉള്ളപ്പോൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ മാറ്റിയെടുത്ത് തീരുമോ എന്നുള്ളതാണ്. ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ ആ അപ്രോച്ച് പണവുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡിങ്ങിനെ സമീപിക്കുന്ന അപ്രോച്ച് മാറ്റിയെടുക്കേണ്ടത് വിജയിക്കണമെങ്കിൽ അത്യാവശ്യമാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത 2 പോയിൻറ്റും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം 3 എണ്ണത്തിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള സൊല്യൂഷനായിട്ട് അവസാന ഭാഗത്ത് നമുക്ക് പറയാം. രണ്ടാമത്തെ പോയിൻറ്റ്, ഒരു ട്രേഡിങ്ങിൽ വിജയിക്കുന്ന ഏതൊരാളെയും വിജയിക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത് അവരുടെ ഫെയിലിയറിനോടുള്ള സമീപനമാണ്. അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് ട്രേഡിംഗ് എന്ന കരിയറിൽ നിരന്തരം ദിവസങ്ങളോളം പരാജയത്തിലൂടെ കടന്നു പോകുന്ന ഒരു വിജയിച്ച ട്രേഡർ പോലും ഒരു വർഷം എടുക്കുമ്പോൾ കുറേയധികം ട്രേഡുകളിൽ കുറേയധികം പരാജയങ്ങൾ സംഭവിച്ചിട്ട് ആ വിജയിച്ച ട്രേഡുകളുടെയൊക്കെ നെറ്റാണ് അയാളുടെ ആത്യന്തികമായിട്ട് വിജയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അയാൾ ഒരു വിജയിച്ച ട്രേഡർ പോലും പല തവണയും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരാജയത്തെ അയാൾ സമീപിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ അയാൾ വളരെ ഡിസ്റ്റർബ് ആവുകയും അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുകയും അയാൾ ആ രീതിയിൽ, ആ ഉദ്ദേശിച്ച രീതിയിൽ ഈ മേഖലയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരികയും. അപ്പോൾ എങ്ങനെയാണ് പരാജയത്തെ നമ്മൾ സമീപിക്കേണ്ടത്? നിങ്ങളൊരു പരാജയം വന്നു കഴിഞ്ഞാൽ അത് ഒരു ട്രേഡിങ്ങിലെ പരാജയമാവട്ടെ, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് കുറേ കാലം കൊണ്ട് നിങ്ങളുണ്ടാക്കിയ പരാജയമാവട്ടെ, എന്താണെങ്കിലും നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ നിന്നും ആ പരാജയം സംഭവിച്ചത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണോ, നിങ്ങളുടെ മിസ്റ്റേക്ക്, നിങ്ങൾ കാണിച്ച അബദ്ധം കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും, ട്രേഡിങ്ങിലുള്ള എല്ലാ പരാജയങ്ങളും നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാവണമെന്നില്ല. കാരണം ഏതൊരു പ്രോസസ്സിലും കുറേ അധികം ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ പക്ഷേ നിങ്ങൾ ആ ബുക്ക് ചെയ്യുന്ന ലോസ് അത് ഒരു പരാജയമായിട്ട് നമ്മളെടുത്താൽ, അപ്പോൾ ആ ഒരു ലോസിൻ്റെ കാരണം നിങ്ങളുടെ എന്ത് രീതിയിലുള്ള അബദ്ധമാണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു 6 മാസം, ഒരു തുടർച്ചയായിട്ട് 1 വർഷം നിങ്ങൾ പരാജയത്തിലാണ്, 2 വർഷം പരാജയത്തിലാണ്. അപ്പോൾ ഈ 2 വർഷം എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഞാൻ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് എന്നെ പരാജയപ്പെടുത്തിയത് എന്ന് വിശകലനം ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ട്രേഡിംഗ് എന്ന മേഖലയിൽ വിജയിക്കാൻ എന്തൊക്കെ സ്കില്ലുകൾ വേണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എന്തൊക്കെ സ്കില്ലാണ് എനിക്കുള്ളത്, ഉള്ള സ്കില്ലിനെ നിങ്ങൾക്കൊന്ന് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ഒരു സ്കില്ല് എഴുതാണ്. പേഷ്യൻസ് വേണം. നിങ്ങളുടെ സെറ്റപ്പിൽ വന്ന ട്രേഡ് വരാൻ വേണ്ടിയിട്ട്, അത് മീറ്റ് ചെയ്യാൻ വേണ്ടി, അത് സംഭവിക്കാൻ വേണ്ടി 2, 3, 4 ദിവസം വെയിറ്റ് ചെയ്യണമെങ്കിലുള്ള പേഷ്യൻസ് വേണം. അപ്പോൾ പേഷ്യൻസ് എന്നുള്ള ആ ഒരു ഘടകത്തിന് നിങ്ങളൊരു 10 സ്കോർ ഇട്ടാൽ എത്രയാണ് സ്കോർ ഇടുക എന്നുള്ള വെറുതെ ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു പേപ്പറിൽ ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് സ്വയം തോന്നുന്ന വിജയിക്കാൻ വേണമെന്ന് നിങ്ങൾ കരുതുന്നതായിട്ടുള്ള ഓരോ സ്കില്ലുകളും ഒന്നിന് താഴെ ഒന്ന് എഴുതിക്കൊണ്ട് നിങ്ങളൊന്ന് സ്കോറിങ് ഇട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ 2 വർഷം ഞാൻ ഈ സ്കില്ലുകളൊന്നും ഇല്ലാതെയാണ് പെർഫോം ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നോ എൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന് എന്നൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ നോക്കുക. ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. എന്തുകൊണ്ടെന്നാൽ മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ സമയം അത് നമുക്കൊരു ബ്ലസ്സാണ്, അതേസമയം നമുക്കൊരു കഴ്സുമാണ്. എന്തുകൊണ്ടാണ് അത് ബ്ലസ് ആവുന്നത്? എത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടായാലും, എത്ര മോശം സംഭവങ്ങൾ ഉണ്ടായാലും കാലം അത് മനുഷ്യനിൽ നിന്ന് മായ്ച്ചു കളയുന്നു. ഇതൊരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ടാണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എന്നാൽ ട്രേഡിങ്ങിലൊക്കെ വരുമ്പോൾ ഇത് അവനൊരു കഴ്സാണ്, ഇത് അവനൊരു ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. കാരണം അവൻ എത്ര വലിയ ലോസ്, എത്ര വലിയ അബദ്ധം കാണിച്ച് ചെയ്താലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ ലോസിൻ്റെ പെയിനും ആ കാണിച്ച അബദ്ധവും മറക്കുന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അത് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വലിയ ബ്ലണ്ടർ നിങ്ങൾ കാണിച്ചു എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ അത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെച്ച് ആ കാര്യം മറന്നു പോകാനായിട്ട് വളരെ ബോധപൂർവം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നാളെ ഞാനിത് വീണ്ടും ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഫെയിലിയറിനെ നേരിടേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾക്ക് സംഭവിച്ച മിസ്റ്റേക്കിൽ നിന്ന് കൃത്യമായിട്ട് ലേൺ ചെയ്ത് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങളെടുത്ത് ഒരു വളരെ സാങ്കേതികത്വത്തോടെ നിങ്ങളതിനെ കീറി മുറിച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ ലേണിങ്ങിൽ നിന്നും ആ മിസ്റ്റേക്ക് എന്ന കാര്യത്തിൽ നിന്നും ഫെയിലിയർ എന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾ ലേൺ ചെയ്യുകയും ആ ഫെയിലിയറിനെ നിങ്ങൾക്ക് വളരാനുള്ള വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് യുവർ ബെസ്റ്റ് ടീച്ചർ ഈസ് യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക് എന്ന് കലാം പറഞ്ഞ വാചകങ്ങളെ നിങ്ങൾ അനർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഫെയിലിയറിനെ സമീപിക്കേണ്ടതും ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അതിലേക്ക് നിരാശപ്പെട്ട് അതിൻ്റെ ഒരു ആഴത്തിലേക്ക് പോവാതെ സ്വയം കുറ്റപ്പെടുത്താതെ എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നൊരു ചോദ്യം ഉയർത്തുകയും
ഞാൻ ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതിനെപ്പറ്റി ഡോക്യുമെൻ്റ് ചെയ്യുകയും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഞാനൊരു ഇന്ന കാരണം കൊണ്ടാണ് ഈ ട്രേഡ് അല്ലെങ്കിൽ എൻ്റെ കരിയർ പരാജയപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും അത് ശരിയാണോ എന്നൊരു എക്സ്പേർട്ടായിട്ടുള്ള ആളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ റിസർച്ച് നടത്തിക്കൊണ്ടോ നിങ്ങളുടെ പരാജയ കാരണം നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ തെറ്റായ ഒരു കാരണം കണ്ടെത്തിയാൽ പോലും അത് പ്രശ്നമാണ്. കാരണം ചില ആളുകളുടെ പ്രശ്നം ഒരു സ്ട്രാറ്റജിയൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർ ട്രേഡിൽ ഇടയ്ക്ക് ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവർ ഇതിൻ്റെ പരാജയ കാരണം അവർ കണ്ടുപിടിക്കുന്നു, അവർ നോട്ട് ചെയ്യുന്നു, എഴുതുന്നു. എന്നിട്ട് ഇതിനനുസരിച്ച് ഒറ്റ ഇൻഫർമേഷൻ്റെ ബേസിൽ അവരതിൽ സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ ആൾട്ടർ ചെയ്യും, അത് മാറ്റം വരുത്തും. പക്ഷേ അത് മാറ്റം വരുത്തുമ്പോൾ ഈ മാർക്കറ്റ് വേറെ രീതിയിൽ നീങ്ങും. അപ്പോൾ അതൊരു മിസ്റ്റേക്കായിട്ട് കാണും. അപ്പം ഇവിടെ നിന്ന് ഗ്യാപ്പ് അപ്പിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഗ്യാപ്പ് അപ്പിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അല്ല. പക്ഷേ വേറൊരു അവസരത്തിൽ നിങ്ങൾ ഇപ്പോൾ ലോസ് ബുക്ക് ചെയ്ത അതേ കാര്യം സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അനുസരിച്ച് നിങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് ലോജിക്കലല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നിങ്ങൾക്ക് റോളുള്ള കാര്യമാണോ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണോ, ഇത് തന്നെയാണോ എൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന് ഞാൻ ഉറപ്പിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയും അത് ഫോളോ ചെയ്യുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഇല്ലെങ്കിൽ മനസ്സ് മറന്നു പോകും. ഇതാണ് മനസ്സിൻ്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിലിയറിനോടുള്ള അപ്രോച്ച് ആ രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരാജയത്തെ നമ്മൾ സമീപിക്കുന്നത് പോലെ തന്നെയാണ്, പരാജയം എത്ര അപകടകരമാണോ അതുപോലെ തന്നെ അപകടകരമാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ യുവർ അപ്രോച്ച്, യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സക്സസ് ഈസ് ആൾസോ ഡിറ്റർമിനിങ് യുവർ ട്രേഡിംഗ് കരിയർ സക്സസ് എന്ന് പറയാം. അപ്പോൾ ആ ട്രേഡിംഗ് കരിയറിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ സക്സസ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2-3 വർഷമൊക്കെ പരാജയപ്പെട്ട് പിന്നീട് വിജയിച്ചു തുടങ്ങുമ്പോൾ 1-2 മാസം വിജയിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവർ 1-2 മാസം വിജയിച്ച് തുടങ്ങുമ്പോഴേക്കിനും സ്വന്തം വിജയം എന്തുകൊണ്ട് സംഭവിച്ചു, അതിൽ സ്വയം മറന്ന് ആഹ്ലാദിക്കാതെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത് അതേപോലെ തന്നെ ചെയ്തിട്ടാണോ ഈ 1-2 മാസം വിജയം എന്നുള്ളത്, എങ്കിൽ ആ വിജയം നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. അത് ഒരു ചക്ക വീണ് മുയൽ ചത്തതുപോലെ സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാം. മറിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് ചില പരിശീലനങ്ങളിലാണ്, അതിനനുസരിച്ച് നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ പ്രവൃത്തികളിലൊക്കെ വരുത്തിയ മാറ്റം കൊണ്ടാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മാറ്റി ചെയ്തത്, എന്തൊക്കെയാണ് എന്നെ ഈ രീതിയിലേക്ക് പെർഫോം ചെയ്യാൻ സഹായിച്ചത് എന്ന് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുകയും ആ കാര്യങ്ങൾ തുടർന്ന് അങ്ങോട്ട് ഞാൻ ഫോളോ ചെയ്യുമെന്ന് വളരെ ഉറച്ചൊരു തീരുമാനം എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിന്നിനെ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങളുടെ സക്സസ്സിനെ വിശകലനം ചെയ്യുക എന്ന് പറയുന്നതിലും പരാജയത്തെ വിശകലനം ചെയ്തതുപോലെയുള്ളൊരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സക്സസ്സിൽ സ്വയം മറന്ന് ആഹ്ലാദിക്കാനുള്ള വക ഈ ഒരു വലിയ സീരീസ് ഓഫ് ഫെയിലിയറിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് സക്സസ്സുകളിൽ മാത്രമല്ല ആളുകൾ കാണുന്നത്. തുടർച്ചയായിട്ട് ലോസുകളിലൂടെ 1 വർഷം 2 വർഷമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വരുന്ന ഒരു നല്ല പ്രോഫിറ്റ് ബുക്കിങ്ങിൽ പോലും ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് ആളുകൾ കാണാറുണ്ട്. സ്വയം മറന്ന് ആഹ്ലാദിക്കുന്ന, എക്സൈറ്റഡ് ആവുന്ന ഒരു രീതി. അതിൻ്റെ ആവശ്യമില്ല. അതിനെ വളരെ പക്വതയോടുകൂടി ഗ്രേസോടുകൂടി നേരിടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തുകൊണ്ട് ഞാൻ വിജയിച്ചു എന്നുള്ളതിലൊരു റിസർച്ച് അപ്രോച്ച് കൊണ്ടുവരിക. എന്നിട്ട് ആ പോയിന്റുകൾ ഡോക്യുമെൻ്റ് ചെയ്യുക. അത് റെലവൻ്റ് ആണോ, അത് തന്നെ ആയിരിക്കുമോ, എൻ്റെ കണ്ടെത്തലുകൾ ശരിയാണോ എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളെക്കാളും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആളടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അത് പിന്നീട് തുടർന്ന് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സക്സസ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 2-3 സ്ട്രാറ്റജികൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സക്സസ്സിനെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാളുടെ ഒരു മെത്തേഡ് കഴിഞ്ഞൊരു വർഷം എടുത്ത് നോക്കുമ്പോൾ അത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടാവും, അയാൾക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. പക്ഷേ അപ്പുറത്ത് ചെയ്ത വേറെ 2 മെത്തേഡുകളായിരിക്കും അയാളെ സംബന്ധിച്ച് അയാളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആ സക്സസ് എന്ന് അയാൾക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അതൊരു റിയാലിറ്റിയാണ് ആ സക്സസ് എന്ന് പറയുന്നത്. 1 വർഷം അയാൾക്ക് സ്ഥിരമായിട്ട് റിട്ടേൺ ഉണ്ടാക്കി കൊടുത്ത ആ മെത്തേഡ് അത് റിയലാണ്, അത് വളരെ ജെനുവിൻ ആയിട്ടുള്ള സക്സസ് ആണ്, അതൊരു ലെക്കല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ സക്സസ്സിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ സക്സസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് റിസർച്ച് മൈൻഡിൽ ചിന്തിക്കാനും കണ്ടെത്താനും പറ്റുന്നത് അതെല്ലാം കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്ത പോയിന്റ് ഇതായിരുന്നു, നിങ്ങളുടെ അപ്രോച്ച്, ട്രേഡിങ്ങിനോടുള്ള നിങ്ങളുടെ അപ്രോച്ച് മാറ്റുക എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ട്രേഡിങ്ങിൽ നിന്നും പണത്തെ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. പണത്തെ പറ്റിയുള്ള ചിന്തകൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രേഡിങ്ങിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത് ഒന്നാമത്തെ പോയിൻ്റ് അതായിരുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, നിങ്ങളുടെ
ഫെയിലിയറിനോടുള്ള സമീപനം, പരാജയപ്പെടുമ്പോൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ മേലെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അതിലുള്ള അപ്രോച്ച് വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. നാലാമത്, അതുപോലെ നിങ്ങളുടെ സക്സസ്സിനോടുള്ള അപ്രോച്ച്, വിജയിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതിൽ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുക. വരാൻ പോകുന്ന, നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ പോലും ഭാവിയിൽ വരാൻ പോകുന്ന വിജയത്തിനായിട്ട് തയ്യാറെടുക്കുകയും അങ്ങനെ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിൽ ഇപ്പോഴേ പരിശീലനം ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും നമുക്ക് ഈ രീതിയിൽ വിജയിക്കാൻ വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്യാനും മാറ്റം വരുത്തേണ്ടതും ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഒറ്റ എക്സസൈസിലൂടെ, ഒറ്റ ടിപ്പിലൂടെ, ഒരു എൻ്റയർ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഈ 3 കാര്യങ്ങളിലും നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നുള്ളതാണ്. എന്താണ് ആ ഒരു മെത്തേഡ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് ചാനലിലേക്ക് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട്, നമ്മൾ നടത്തുന്ന സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആൾറെഡി പ്രോഗ്രാമിനെ പറ്റി അറിയാവുന്നവർക്ക് ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാപ്റ്ററായിട്ട് തന്നെ അത് കൊടുക്കുന്നുണ്ട്. ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം 2 ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ട്രേഡ് ആയി തുടങ്ങിയാൽ, ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന 1-2 ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും. പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും. അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം. അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റ് ഒരു ബിസിനസ്സിനെയും പോലെ അല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് 1:1 2 1:3 നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക. അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത്. ഓക്കെ, ഇനി നമ്മൾ ആ 3 കാര്യങ്ങളെയും സ്വാധീനിക്കാനുള്ള ഒറ്റ മാർഗം, ഒറ്റ വഴി എന്ന് പറയുന്നത് ഇതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഒരല്പം മെഡിറ്റേഷനൊക്കെ ചെയ്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കണക്ട് ചെയ്ത് കിട്ടും. നിങ്ങൾ ട്രേഡിങ്ങിനെ ഇനി മുതൽ സമീപിക്കേണ്ടത് ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും,
ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വികാരങ്ങളെയൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമ്മുടെ പല വീഡിയോകളിലൂടെയും നമ്മൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ആ ഒരു കൺസെപ്റ്റിൻ്റെ ഒക്കെ അപ്പുറത്തുനിന്നുള്ള അതിന് മുകളിലുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ ട്രേഡിങ് ഇറ്റ് സെൽഫ് നിങ്ങളൊരു മെഡിറ്റേഷനായിട്ട് കാണാം. അവിടെ മറ്റ് എല്ലാവരും പറയുന്നത് എന്താണ്, നിങ്ങൾ ട്രേഡിങ് വിജയിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അല്ല, ട്രേഡിങ് തന്നെ മെഡിറ്റേഷനാണ് എന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ചേഞ്ച് നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട്, അതിനെ നിങ്ങളുടെ മനസ്സിനെ മെരുക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ മെൻ്റൽ പവർ, മനഃശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു വ്യായാമ പദ്ധതി എന്ന് നമുക്ക് പൊതുവെ മെഡിറ്റേഷനെ പറയാം. അപ്പോൾ എന്തിനാണ് അങ്ങനെ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയൊക്കെ ആളുകൾ ബ്രീത്ത് ശ്രദ്ധിച്ചുകൊണ്ടും ബ്രീത്തിലെ താളക്രമങ്ങൾ വ്യത്യാസപ്പെടുത്തിയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടും മാറ്റം വരുത്താൻ നോക്കുന്നത്? അങ്ങനെ മനസ്സിൻ്റെ നിയന്ത്രണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് പവർ ഡെവലപ്പ് ചെയ്യുകയും നിങ്ങളുടെ വികസിപ്പിച്ച മനഃശക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നേടിയെടുക്കാനും പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അത്തരം പദ്ധതികളിൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡിലേക്ക് പോകാൻ ഇത്തരം എക്സസൈസുകൾ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതേ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ട്രേഡിങ്ങിനെ സമീപിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ നിങ്ങളതിന് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, മന്ത്ലി അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ കോഴ്സിന് നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ട്രേഡിങ്ങിന് എനിക്ക് വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ഫണ്ട് മാത്രം, അവിടെ മാത്രം നിങ്ങൾ പണം എന്നുള്ള കാര്യം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഫണ്ട് നിങ്ങളുടെ മെഡിറ്റേഷൻ പഠിക്കാനുള്ള ഒരു ഫീസ് പോലെ നിങ്ങൾ കരുതി അത് അവിടെ ഇട്ടിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ പണത്തിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. നിങ്ങളുടെ ഫോക്കസ് ട്രേഡിങ്ങിൽ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും, അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നിങ്ങളൊരു റൂൾ സെറ്റ് ചെയ്ത് ആ റൂൾ പാലിക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുകയും അവിടെ നിങ്ങളുടെ മനഃശക്തി വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് അത് മാറുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീൽ വന്നു, ഞാനിന്ന് ഒരു ട്രേഡ് എടുക്കണമെന്ന് തീരുമാനിച്ചു, ഞാൻ ഒറ്റ ട്രേഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു വല്ലാത്ത അനുഭൂതി തരികയും, അപ്പോൾ അത്തരത്തിലുള്ള ഓരോ റൂളും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഓരോ റൂളും ഇനി നിങ്ങൾ ട്രേഡിംഗ് എന്ന വലിയ മെഡിറ്റേഷൻ്റെ പല അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പ്രോസസ്സുകളായിട്ട് കാണാം. ഇപ്പം നമ്മൾ വളരെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് ബ്രീത്തിനെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ പല ഘട്ടങ്ങളിലും ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഒരു രീതിയിൽ ശ്രദ്ധിക്കുന്നു, എക്സൈൽ ചെയ്യുമ്പോൾ വേറെ രീതിയിൽ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അതിൽ ഈ ട്രേഡിംഗ് എന്ന മെഡിറ്റേഷൻ്റെ ഓരോ ബ്രാഞ്ചും ഓരോ കാര്യങ്ങളും, ഒരു ദിവസത്തെ ട്രേഡ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ള തീരുമാനം പോലെ തന്നെ ഒരു റിസ്ക്, ഇപ്പോൾ ഒരു ട്രേഡിൽ ഒരു റിസ്ക്, ഒരു 1500 രൂപയുടെ റിസ്ക് നിങ്ങൾ തീരുമാനിച്ചാൽ എല്ലാ ട്രേഡിലും 1500 രൂപേൻ്റെ റിസ്ക് എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ആ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യുന്നു. ആ ചെയ്യുന്നതിൽ തന്നെ നിങ്ങളുടെ മൈൻഡ് പവർ ഡെവലപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം തോന്നുന്നു, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്ത് ആ രീതിയിലുള്ള ഒരു ഹയർ ലെവൽ ഓഫ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന കൺസെപ്റ്റിൽ നിങ്ങൾ ട്രേഡിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളറിയാതെ ആ പ്രോസസ്സിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ പണം വന്നുകൊണ്ടിരിക്കുന്നു. ആ പണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കാണുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത 3 പോയിൻറ്റിനെയും നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിലുള്ളൊരു മനോഭാവം മാറ്റാനുള്ള ഒരു സിംഗിൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ അതിലൊക്കെ ആ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ പരാജയത്തെ സമീപിക്കുന്ന നിങ്ങളുടെ ആ ഒരു രീതി മാറും, നിങ്ങൾ വിജയത്തെ സമീപിക്കുന്ന രീതി മാറും. കാരണം ഇതിനെ നിങ്ങൾ സമീപിക്കുന്നത് ഒരു മെഡിറ്റേഷനായിട്ടാണ്. അപ്പോൾ ആ 3 കാര്യങ്ങളിലും നിങ്ങളുടെ സ്വാധീനം, നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണവും അതിൻ്റെ സ്വാധീനവും പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഈ രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ, ഈ രീതിയിൽ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ ട്രേഡിങ്ങിനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ശരിക്കും കത്തി ഒരു വാവ് ഫീൽ എന്തായാലും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ കണ്ടിട്ട് ഇതിനെ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് ഒക്കെ ബുക്ക് ചെയ്ത 1-2 ട്രേഡുകളിൽ
ശരാശരി 50% റിട്ടേൺ. അതായത് ഒരു ട്രേഡിൽ സ്വിംഗ് ട്രേഡുകളാണ്, ഒറ്റ ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 10,000 രൂപ കിട്ടുമായിരുന്ന രീതിയിലുള്ള ട്രേഡുകൾ, ഒരു ട്രേഡിൽ 20,000 ഇൻവെസ്റ്റ് ചെയ്താൽ 10,000 കിട്ടുമായിരുന്ന രീതിയിലുള്ള ട്രേഡുകൾ, 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 1 ലക്ഷം പ്രോഫിറ്റ് ഒരു മാസം കൊണ്ട്, ഒരു മാസത്തിൽ താഴെ ദിവസം കൊണ്ട് ഉണ്ടാക്കുമായിരുന്ന ട്രേഡുകൾ. ആ 2 ട്രേഡുകളും കൂടെ ചാർട്ടിലൊന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ യൂട്യൂബ് മെമ്പേഴ്സിനായിട്ട് ഡിസ്കോഡിൽ ഷെയർ ചെയ്യുന്ന ട്രേഡുകളാണ് ഈ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൽ ഒന്ന് നമുക്ക് യൂട്യൂബ് മെമ്പർഷിപ്പിനെ പറ്റി അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കാൻ നമ്മുടെ ഏതെങ്കിലും ചാനലിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ പോയതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗത്ത്, വീഡിയോയുടെ തൊട്ട് താഴെ ഭാഗത്ത് ഈ കാണുന്ന ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ ചാനലിൽ കയറിയിട്ട് അവിടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം, അത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഡിസ്കോഡ് എന്നുള്ള ആപ്പിലേക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത് ഇതായി ഈ പ്ലേലിസ്റ്റ്. ഇതിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്, അതിൽ റിസ്ക് റിവാർഡ് എങ്ങനെയാണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഫോണിൽ നിന്ന് എങ്ങനെ ആക്സസ് കിട്ടണം, ലാപ്ടോപ്പിൽ നിന്ന് എങ്ങനെ ആക്സസ് കിട്ടണം, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് 5 മിനിറ്റിൻ്റെ 2-3 വീഡിയോസാണ്, 5-4 മിനിറ്റൊക്കെ വരുന്ന വീഡിയോസ് ഒക്കെയാണ്. അപ്പോൾ അത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് കാണണം, എന്നാലാണ് ഈ ആപ്പിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് കിട്ടേണ്ടത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് HAL, ഹാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ആണ് ഒന്ന് ഷെയർ ചെയ്തത്. നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് എൻട്രി എടുത്തു, 44% റിട്ടേൺ. ഇവിടെ നിന്ന് ഇത്രയും ക്യാൻഡലുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരാളാണെങ്കിൽ 44,000 രൂപ പ്രോഫിറ്റ്. മറ്റൊന്ന് ഇതായിരുന്നു, എന്താണ്, കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, 57% റിട്ടേൺ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇതിൽ നമ്മുടെ മെമ്പേഴ്സിന് മാത്രമായിട്ട്, ഇത് നമ്മൾ പബ്ലിക്കലി അതിൻ്റെ റിസൾട്ട് ഇട്ടതാണ്, സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ ഡിസ്കോഡിന് താഴെ, നമ്മുടെ ചാനലിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും. അതിലേക്ക് വരാം. അതിലേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾ പിൻഡ് മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത ഒരാളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വീഡിയോസ്, വെൽക്കം വീഡിയോസ്, പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ ഇതിനകത്തുണ്ട്. വെൽക്കം മെസ്സേജ് എന്നുള്ള ആ പ്ലേലിസ്റ്റൊക്കെ ഇവിടെ ഉണ്ട് പിൻഡ് മെസ്സേജിൽ. പിന്നെ ഈ നമ്മളുടെ അഡ്വാൻസ്ഡ് മെമ്പേഴ്സിന് നമ്മൾ അനാലിസിസ് ഒക്കെ ഷെയർ ചെയ്യും. 2-3 ടൈപ്പ് മെമ്പർഷിപ്പ് ഉണ്ട്. ഏറ്റവും താഴെയുള്ളവർക്ക് ജസ്റ്റ് എൻട്രി എക്സിറ്റ് മാത്രമാണ്. അല്ലാത്തവർക്ക് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത ഒരു എൻട്രി ആണത്, അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കൊച്ചിൻ ഷിപ്പ് എന്നാണ് എൻട്രി എടുത്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സാമ്പിൾ നോക്കാം. കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഓക്കെ, കൊച്ചിൻ അടിച്ചാൽ വരും എന്ന് കരുതുന്നു. കൊച്ചിൻ ഷിപ്പ്, ഓക്കെ. കൊച്ചിൻ ഷിപ്പ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ്, നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ ഏതാണ്, 57% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഷെയർ ചെയ്തത്. നമ്മൾ ഷെയർ ചെയ്യുമ്പോഴുള്ള കണ്ടീഷനാണത്, ഓക്കെ. ഈ അവിടെ നിന്ന് ഇത്രയും റിട്ടേൺ നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ താഴെ സ്വിംഗ് ട്രേഡുകളിലൂടെ ഇനിയിപ്പോൾ ഇന്ത്യയുടെ ഒരു സമയമാണ് വരാൻ പോകുന്നത്, 20 ഇയർ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സ്വിംഗ് ട്രേഡിലൊക്കെ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ, പൊസിഷണൽ ട്രേഡുകളിൽ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതുപോലെ സ്റ്റോപ്പ് ലോസ് ഉള്ള ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്, ഓക്കെ. സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡുകൾ ഉണ്ടാവും, കുറച്ച് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്ന ട്രേഡുകൾ, അത് പൊസിഷണൽ ട്രേഡുകളായിട്ടും ഷെയർ ചെയ്യും. അപ്പോൾ ഇനി എന്തായാലും ആ 2 ടൈപ്പ് ട്രേഡുകളുടെ ഒരു കാലമാണ് വരുന്ന. ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം കുറ്റബോധം തോന്നും നിങ്ങൾ ഇത്തരം ട്രേഡുകൾ ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ. കാരണം നമുക്ക് അനുകൂലമായിട്ട് കുറേയധികം സാഹചര്യങ്ങൾ ഒരു വർഷത്തിൽ ഇനി വരും എന്നുള്ളതാണ്. ഇപ്പോൾ കറക്ഷനും ഫാളോ ഒക്കെ ഉണ്ടാവുമെങ്കിലും കുറേയധികം പണം, നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ് വരും വർഷങ്ങളിൽ വരാനുള്ളത് എന്നുള്ളതാണ് എക്കണോമിക് എക്സ്പേർട്ടുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത്തരം ട്രേഡുകളുടെ പാർട്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം, ഓക്കെ. പിന്നെ ഇതിൽ നമ്മുടെ മറ്റൊരു സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട് ഓപ്ഷൻ ബൈയിങ്ങിൽ. അതിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ ഈ ഡിസ്കോഡിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ലാസ്റ്റ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. മാസത്തിന് 2 പ്രോഗ്രാം വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇത്രയും ദിവസം ഇതേ ഓപ്ഷൻ ബൈയിങ് നടത്തുന്ന ട്രെയിനിങ് നടത്തുന്ന ആൾ തന്നെ നമുക്ക് അഷ്റഫ് VIR ആണ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ പുള്ളി ട്രേഡുകൾ ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ ആ ട്രേഡുകളുടെ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ, ട്രേഡർ സൈക്കോളജി ഒഫീഷ്യൽ എന്നുള്ള ചാനലിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡുകളുടെ
നിലവിൽ ഇപ്പോൾ കൊടുത്ത ട്രേഡുകളുടെയൊക്കെ സ്റ്റാറ്റസ്, ഒരു ദിവസം എത്ര ട്രേഡ് കൊടുത്തിട്ടുണ്ട്, അത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് ഡേറ്റ അതിനകത്ത് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കാം, ഡിസ്കോഡിൽ വന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വളരെ വിശദമായിട്ട് അതുണ്ട്. ഓക്കെ. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കയറാം. അപ്പോൾ നമ്മുടെ ഒരു ഏതോ ഫേക്ക് ചാനലൊക്കെ ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതിൽ വിടാതിരിക്കുക. നമ്മൾ വേറെ ഈ പറഞ്ഞ ട്രേഡിൻ്റെ സ്റ്റാറ്റസ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മളെടുത്ത ട്രേഡുകളുടെ സ്റ്റാറ്റസ് മാത്രമാണ് നിലവിൽ ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ടെലഗ്രാം ചാനൽ വഴി എന്തെങ്കിലും സർവീസിന് പേയ്മെൻറ്റ് വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.